ആലപ്പുഴയിൽ പുളിങ്കുന്നിൽ നിർമ്മാണത്തിലിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ചു. നാട്ടുകാർ തീ അണച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് തീ പിടിച്ചത് ഈ ഹൗസ് ബോട്ടിന്? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 6:30 പുളിങ്കുന്ന് പമ്പയാറ്റിലാണ് ഈ സംഭവം. കുട്ടമംഗലത്താണ് ഈ സംഭവം. മാധവ എന്ന ബോട്ടാണ്, ജയേഷ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ ജെട്ടിക്ക് സമീപം കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് 6:30 ഈ ബോട്ടിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ജീവനക്കാർ 5 പേരുണ്ടായിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 5 ജീവനക്കാർ ഉണ്ടായിരുന്നു. അവർ ചേർന്ന് ആറ്റിലെ വെള്ളം എടുത്ത് ഒഴിച്ച് കിടത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ തീ കൂടുതൽ ആളി പടർന്നു. ജനവാസ മേഖലയല്ലായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകൾ അവിടെയുള്ള ആളുകൾ, നാട്ടുകാർ ഓടിയെത്തി അവിടെ വെള്ളം നനച്ച് ഈ ബോട്ടിലെ തീ കെടുത്തുകയായിരുന്നു. പിന്നീട് പുളിങ്കുന്ന് പോലീസ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിനുള്ള കാരണമെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. പാചകവാതക സിലിണ്ടറോ അല്ലെങ്കിൽ മറ്റ് തീ കത്താനുള്ള മറ്റ് എന്തെങ്കിലും ഉപകരണങ്ങളോ സാമഗ്രികളോ അവിടെ ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ പുളിങ്കുന്ന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ ആലപ്പുഴ പുളിങ്കുന്നിൽ നിന്നാണ്. അവിടെ നിർമ്മാണത്തിലിരുന്ന ഹൗസ് ബോട്ടിനാണ് ഇന്ന് വൈകിട്ട് 6:30 തീ പിടിച്ചത്. നാട്ടുകാർ ചേർന്ന് തീ അണച്ചു. ആർക്കും പരിക്കില്ല, മറ്റു പ്രശ്നങ്ങളില്ല. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. തീപിടുത്തം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന തുടരുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.